കീഴ്വഴക്കങ്ങളിൽ നിന്ന് പിന്മാറുന്നില്ലെന്ന് CPIM. മാനം വിറ്റ് മുന്നോട്ടു പോകാനില്ലെന്ന് CPI. കേരളത്തിൽ വ്യത്യസ്തമായൊരു രാഷ്ട്രീയ പിണക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം തുടങ്ങിയതാണ് ഈ സൗന്ദര്യ പിണക്കം. അതായത് പ്രതിപക്ഷ ഉപനേതാവ് പദവിയാണ് ആവശ്യം ഉന്നയിച്ച് CPIMൻ്റെ ഓഫീസിലെത്തി CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. പക്ഷേ അപ്പോഴൊക്കെ നൽകിയ ഒരു മറുപടിയുണ്ട്, കീഴ്വഴക്കം പാലിച്ച് CPIM മുന്നോട്ട് പോവുകയുള്ളൂവെന്ന്. അതിന് പറയുന്ന ഒരു കാര്യം, VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് കോടിയേരി ബാലകൃഷ്ണൻ പ്രതിപക്ഷ ഉപനേതാവായിരുന്നു. അത് പാർട്ടിയുടെ ഒരു കീഴ്വഴക്കമാണ്. പ്രതിപക്ഷ ഉപനേതാവ് പദവി തൽക്കാലം ആർക്കും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കുകയാണ് CPIMൻ്റെ സംസ്ഥാന നേതൃത്വം. മാത്രവുമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഇതൊരു കീഴ്വഴക്കത്തിനപ്പുറത്തേക്ക് നിയമസഭയിൽ ഒരു പരിധിവരെ മേധാവിത്വം ഉറപ്പിക്കേണ്ടത് CPIMൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഉപനേതാവിൻ്റെ പദവി അല്ലെങ്കിൽ ഒരു ഉപപ്രതിപക്ഷ നേതാവിൻ്റെ പദവി മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് കൈമാറിയാൽ അത് ശരിയാകില്ല എന്ന് വ്യക്തമായ ധാരണ CPIMനുണ്ട്. സംഭവിച്ചത് വൻ പരാജയമായിരുന്നു. പക്ഷേ എങ്കിലും നിയമസഭയിൽ പിടിമുറുക്കണം, എല്ലാം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകണം. CPIMലൂടെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം. പ്രതിപക്ഷം എന്ന് പറയുന്നത് CPIM ആയിരിക്കണം. ആ ധാരണ പാർട്ടിയുടെ മനസ്സിലുണ്ട്. അതിൽ നിന്ന് പിന്മാറാൻ അവർ തയ്യാറുമല്ല. ഇതുവരെ ഉന്നയിക്കാത്ത ഒരു കാര്യമാണ് CPI ആകട്ടെ ഉന്നയിക്കുന്നതും, അതും പ്രതിപക്ഷ ഉപനേതാവിൻ്റെ പദവി വേണമെന്ന്. സാധാരണഗതിയിൽ ഇങ്ങനെ ചർച്ചകൾ ഉണ്ടാകാറുള്ള പതിവുണ്ടെങ്കിലും ആദ്യഘട്ടത്തിൽ ചർച്ച കഴിഞ്ഞ് എല്ലാവരും പിരിയുന്ന പതിവാണ്. എന്നാൽ ഇപ്രാവശ്യം ഇരുകൂട്ടരും ഒരുപോലെ വാശി പിടിച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലി. ഭരണപക്ഷത്തിന് 100-ലേറെ സീറ്റുകളുടെ ഭൂരിപക്ഷമുണ്ട്. പിന്നെ എന്താണ് പ്രതിപക്ഷ ഉപനേതാവിൻ്റെ സാധ്യത എന്ന് ചോദിക്കുന്നവരുണ്ടാവും. പക്ഷേ അതിനുമപ്പുറം മറ്റൊരു കാര്യം മനസ്സിലാക്കണം. CPIMനെ സംബന്ധിച്ചിടത്തോളം ആധിപത്യമാണ് വലുത്. ഈ പ്രതിപക്ഷ നിരയിലിരിക്കുമ്പോൾ അവർക്ക് അർഹമായ പരിഗണന എന്ന് പറയുന്നത് ഒന്നും തന്നെയില്ല. ഇടതുമുന്നണിയിലെ ഘടകകക്ഷി ആദ്യ നിരയിൽ ഇരിക്കാൻ കഴിയും, അതിനപ്പുറത്തേക്ക് കാര്യങ്ങളൊന്നും തന്നെ ഉയർത്താനും കഴിയത്തില്ല. പക്ഷേ ഒരു കാര്യം ഇപ്പോൾ പുറത്തു വരുന്നത്, ഇതുവരെയായും നിയമസഭാ കക്ഷി യോഗം വിളിച്ചിട്ടില്ല. കാരണം ഇതിൽ ഒരു ധാരണയുണ്ടായിട്ട്, പ്രതിപക്ഷ ഉപനേതാവ് ആര് എന്നുള്ള കാര്യത്തിൽ ഒരു ധാരണയുണ്ടായിട്ട് ഇങ്ങനെ ഒരു നിയമസഭാ കക്ഷി യോഗം വിളിച്ചാൽ മതിയെന്ന നിലപാടിലാണ് CPI. ഒപ്പം ഇടതുമുന്നണി യോഗവും അതിനുശേഷം ചേർന്നാൽ മതിയെന്ന് അവർ പറയുന്നു, അവരുടെ നേതാക്കൾ പറയുന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും CPIയിൽ വലിയ ചർച്ചയായിരുന്നു പ്രതിപക്ഷ ഉപനേതാവ് പദവി. അതിനപ്പുറം മറ്റൊന്നും തന്നെ അവർ ആവശ്യപ്പെടുന്നതുമില്ല. പക്ഷേ ആ പദവി നേടിയെടുക്കുന്നതിൻ്റെ ചുമതല പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെ ഏൽപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം കഴിഞ്ഞ ദിവസത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോഴും പറഞ്ഞ ഒന്നാണ്, വിട്ടുവീഴ്ചയില്ല, കീഴ്വഴക്കങ്ങൾ അംഗീകരിക്കാൻ ആകില്ല. പാർട്ടിക്ക് കിട്ടാനുള്ളത് പാർട്ടി ചോദിച്ചു വാങ്ങും. അഭിമാനം പണയം വെച്ച് ഒരു മുന്നോട്ട് പോക്ക് ഇനി ഉണ്ടാകില്ല. കാരണം നേരത്തെ PM ശ്രീ പദ്ധതിയിലുമൊക്കെ തന്നെ CPIക്ക് വലിയ തരത്തിൽ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ ഉപനേതാവ് പദവി എന്ന കാര്യത്തിൽ ശക്തിയുക്തം ഉറച്ചു നിൽക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഒരു രാഷ്ട്രീയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ല എങ്കിൽ പോലും വരും ദിവസങ്ങളിൽ ഇതൊരു വലിയ ചർച്ചയാവും. CPIയെ സംബന്ധിച്ചിടത്തോളം അവർ വിഷയം കടുപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. കാരണം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പിടിവള്ളി വേണം, എന്തെങ്കിലും ഒരു അവകാശവാദം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവകാശം ഉന്നയിക്കാൻ കൈവശം ഏതെങ്കിലും ഒരു പദവി വേണം. അതുകൊണ്ട് CPI ഒരിക്കൽ പോലും ഇതിൽ നിന്ന് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയുമില്ല. ചർച്ചകൾ പല ആവർത്തി നടന്നാലും സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായി CPI നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ്. കാരണം എല്ലാം നേടിയെടുക്കാനുള്ള ഉത്തരവാദിത്വം CPI സംസ്ഥാന സെക്രട്ടറിയെ ചുമതലയായി ഏൽപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. CPIയിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിഷയങ്ങൾ കൈവിട്ട് പോകുമോ അതോ ഇരു പാർട്ടികളും തമ്മിൽ ചർച്ച ചെയ്ത് പരിഹരിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും നോക്കുന്നത്. CPIMനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ കഴിഞ്ഞാൽ
തൊട്ടടുത്ത നേതൃപദവിയിലുള്ളത് KN ബാലഗോപാലാണ്. മുതിർന്ന നേതാവ് എന്നതിനപ്പുറം അത്യാവശ്യം രാഷ്ട്രീയപരമായി കാര്യങ്ങളെ നേരിടാൻ കഴിയുന്ന, നന്നായി സംസാരിക്കാൻ കഴിയുന്ന ഒരാളെന്ന നിലയ്ക്ക് ഒരു പിൻഗാമി എന്ന് ആക്കി മാറ്റുക എന്നുള്ളതാണ് CPMൻ്റെ ലക്ഷ്യം. പിണറായി വിജയൻ ഒരു പിൻഗാമി വേണം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഇത്തരത്തിൽ ഈ കാര്യങ്ങളിലൊക്കെ ഉത്തരവാദിത്തത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുവരുവാൻ പാർട്ടി ശ്രമിക്കുന്നത്. അതിന് വിലങ്ങുതടിയാവാൻ ആരെയും അനുവദിക്കത്തില്ല എന്ന നിലപാടാണ് ഇപ്പോൾ CPIM സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഇടതുമുന്നണി യോഗം ചേരുന്നില്ല, നിയമസഭാ കക്ഷി യോഗവും ചേരുന്നില്ല. പക്ഷേ ഇവ രണ്ടും ചേരണമെങ്കിൽ CPIയുടെ ആവശ്യം അംഗീകരിക്കണമെന്ന് CPI പറയുന്നു. വരും ദിവസങ്ങളിലും ചർച്ചയ്ക്കുള്ള സാധ്യതകളുണ്ട്. പല സംസ്ഥാനങ്ങളും രാഷ്ട്രീയപരമായി കൂട്ടുകെട്ടിൽ വലിയ തരത്തിലുള്ള വിള്ളലുകൾ ഉണ്ടാകുന്നുണ്ട്. തമിഴ്നാട്ടിലും അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിലുമൊക്കെ. പക്ഷേ അത്തരത്തിലൊരു വിള്ളലല്ല കേരളത്തിലത്. ഇതൊരു ചെറിയ സൗന്ദര്യപ്പിണക്കമെന്ന് പറയുന്നു. കാരണം ഇടതുമുന്നണി ശക്തിപ്പെടുത്തുവാൻ വളരെയധികം ബുദ്ധിമുട്ടിയവരാണ് CPI എന്ന് CPIക്കാർ തന്നെ പറയുമ്പോൾ ഒരു പക്ഷേ ചില ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കാൻ ഇരു കൂട്ടരും ശ്രമിക്കുമെന്ന് പ്രതീക്ഷിക്കാം.